അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത ട്രിപ്പിലാണ്. വീക്കെൻഡ് ഒക്കെ അല്ലേ, അത് തന്നെ ഇറങ്ങിയതാ. ദേ നമ്മളെവിടെയാണ്? ഞങ്ങള് ഇലവിഴ പുഞ്ചിറ. സംഭവം പൊള്ളി വ്യൂ ആണേ. സൺറൈസ് തന്നെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്താണ് വന്നത്. എന്തായാലും വന്ന ടൈം കുറച്ച് ലേറ്റ് ആയെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. സംഭവം കൊള്ളാം, നൈസ് വ്യൂ. അങ്ങനെ കോട കയറി കിടക്കുന്നുണ്ടോ? കോടയും മേഘവും. മേഘമാണോ കോടയാണോ? അത് കോടമേഘം. തണുപ്പ് ഉണ്ട്. നമ്മൾ ജാക്കറ്റ് ഇട്ടേക്കുന്നുണ്ട്, അറിയുന്നില്ല. ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അവിടെ ചെക്കനുണ്ട്, നമ്മുടെ കൂടെ ഒരു ടീംസ് ഉണ്ട്. അവരവിടെ ഏകദേശം 3200 അടി ഹൈറ്റിലാണ് നമ്മുടെ ഇലവിഴ പുഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിനടുത്തായിട്ടാണ് നമ്മുടെ ഇല്ലിക്കക്കല്ലും ഉള്ളത്. അങ്ങനെ ഞങ്ങള് പൂഞ്ചിറയിൽ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രാവിലെ വിശന്ന് വലഞ്ഞ് ആപ്പിള് കടിച്ചു പറിച്ചു. പിന്നെ അതെ, വിശന്നാൽ പുലി പുല്ലും തിന്നും. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. നല്ലൊരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഫുള്ള് കോട പൊതിഞ്ഞ് കിടക്കുമായിരുന്നു. ഇപ്പൊ കോട കുറഞ്ഞു വരുന്നുണ്ട്. വ്യൂ പോയിന്റിലേക്ക് പോവാണ്. അങ്ങനെ നമ്മളെല്ലാരും കൂടെ നടന്ന് മേലോട്ട് കയറുകയാണ്. ഇപ്പൊ കുറെ കോളേജ് പിള്ളേരാണ്, കുറെ പേര് വന്നിട്ടുണ്ട്. 2-3 ബസ് താഴത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാരും കൂടെ മേലോട്ട് കയറി വന്നിട്ടുണ്ട്. നടന്നു തുടങ്ങിയപ്പോൾ തന്നെ അണച്ചു തുടങ്ങി. ഞങ്ങള് തൊടുപുഴയിൽ നിന്നാണ് ഇപ്പം ഇങ്ങോട്ട് ഡയറക്റ്റ് വന്നത്. മുട്ടം കാഞ്ഞാർ റൂട്ട്. അത്യാവശ്യം റോഡ് നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുള്ളതുകൊണ്ട് യാത്ര അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ നടന്ന് ടോപ്പിലെത്താറായി. ഇവിടുന്നൊരു വ്യൂ, നല്ലൊരു വ്യൂ ഉണ്ട്. പക്ഷെ നമുക്കത് കിട്ടുമോന്ന് അറിയത്തില്ല, നോക്കട്ടെ. എന്തായാലും കേറുവാ. ഇവിടൊക്കെ കണ്ട, ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചിറയുണ്ട്. ആ ചിറയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് ചുറ്റും മലകളാണ്. ഇവിടെ എത്ര കാറ്റടിച്ചാലും ഒരു ഇല പോലും വീഴത്തില്ലെന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഇലവിഴ പുഞ്ചിറ എന്നൊരു പേരേ വന്നത്. ഇവിടെ ഒരാൾ ട്രെക്കിങ് ചെയ്തൊക്കെ മടുത്ത് നിൽപ്പാണ്. നടന്ന് വയറ് പറയട്ടെ. എല്ലാരും നടന്നതേ മടുത്തിട്ടുണ്ട്. കേറാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ രാവിലെ 5 മണിയൊക്കെ ആയപ്പോ ഇറങ്ങിയതല്ലേ, ഫുഡൊന്നും കഴിച്ചിട്ടുമില്ല. ഒരാളെ നോക്ക്, നടന്ന് വന്ന് നടക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, കേറുന്നില്ല മേളിലോട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് ടോപ്പിലെത്താറായി. വന്നപ്പോൾ ഉള്ള കോടയൊക്കെ പോയി. ഇപ്പൊ ആൾക്കാരൊക്കെ കൂടുതൽ കയറി തുടങ്ങി മേലോട്ട്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കുറച്ച് പേരുള്ളായിരുന്നു. ടോപ്പിലെത്തി. സംഭവം പൊളിയാണ്, ഒരു രക്ഷയില്ല. ഫുള്ള് സെറ്റ്. നമ്മള് ഇലവിഴ പുഞ്ചിറയിലെ വയർലെസ് സ്റ്റേഷൻ കാണിച്ചത്.
ഇതിന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു കൊടുക്കും. എല്ലാരും വന്ന് നേരിട്ട് ഇന്ന് കൊളവാക്കി വെച്ചേക്കും. ആ ഫിലിമിന് വേണ്ടി മാത്രം കുറെ സെറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ശരിക്കുള്ള വ്യൂ പോയിന്റ്. ഇവിടെ വന്നാലാണ് നമുക്ക് സൺറൈസും സൺസെറ്റും കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ കാണുന്ന പോലെ മേഘങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുവാണ് ഈ സ്ഥലം. ഇവിടെ മെയിനായിട്ട് കോട് കയറി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഞങ്ങളങ്ങനെ ഇലവിഴ പൂഞ്ചിറ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോവാണ്. അടുത്ത ഇല്ലിക്കല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാന്നൊക്കെ പ്ലാൻ ചെയ്യുന്നല്ലേ. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് വഴി ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഇലവിഴ പൂഞ്ചിറ ഇറങ്ങുവാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. അങ്ങനെ നമ്മള് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അതെ, ഓഫ് റോഡ് താല്പര്യമുള്ളവർക്ക് ബൈക്കൊക്കെ ആയിട്ട് കയറി വരും കേട്ടോ. ഒരു പരിധി വരെയും ബൈക്ക് കയറ്റി വിടുന്നുണ്ട്. ഇപ്പം അവിടെ അവർ ഒരു ക്രോസിങ് വെച്ചിട്ടുണ്ട്. അവിടം വരെ ബൈക്കോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ കയറും. ജീപ്പ് ഉണ്ട് താഴത്തുനിന്ന് മേലോട്ട്. ജീപ്പിൽ വരാൻ പറ്റുന്നവർക്ക് ജീപ്പിൽ വരാം. വഴി നൈസാണ്. നമ്മുടെ ബൈക്കായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ സർവീസ് സെൻ്ററും ഒക്കെ തപ്പി നടക്കണം. ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ. തൊടുപുഴയാണെങ്കിലും ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ. എന്തായാലും നൈസായിട്ടുണ്ട്. ഇപ്പം ആരെങ്കിലുമൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ. നമ്മളൊരു ബുള്ളറ്റും ഒരു FC ആണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണേ. അടുത്ത ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചില്ല. ഫസ്റ്റ് ഇനി ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുന്നതായിരിക്കും. എന്തായാലും വഴിയെ എക്സ്പ്ലോർ ചെയ്യാം.